വെൽക്കം ടു റഹാനാസ് മാജിക് കിച്ചൻ. ഐ എം റഹാന ഖലീൽ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു തരം പുഡിംഗ് ആണ്, അഫ്ലാത്തൂൺ ആൻഡ് ഫ്രഷ് ഫ്രൂട്ട് പുഡിംഗ്. നമുക്കാദ്യം ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഫ്ലാത്തൂൺ പൊടിച്ചെടുത്തത് 1 കപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് മുറിച്ചെടുത്തത് ആവശ്യത്തിന്, ഫ്രഷ് ക്രീം 1 കപ്പ്, പാല് 1 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, ചൈന ഗ്രാസ് 1 പാക്കറ്റ്, വെള്ളം ആവശ്യത്തിന്, പഞ്ചസാര ആവശ്യത്തിന്. ആദ്യം ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ പൊടിച്ചെടുത്ത അഫ്ലാത്തൂൺ സ്പ്രെഡ് ചെയ്യുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ നിരത്തി കൊടുക്കാം. അഫ്ലാത്തൂൺ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അഫ്ലാത്തൂൺ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ബൗളിൽ 1 കപ്പ് പാലെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളത്തിൽ 1 പാക്കറ്റ് ചൈന ഗ്രാസ് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് ഉരുക്കിയെടുത്തത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് പാലും ചൈന ഗ്രാസ് ഉരുക്കിയതും നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും രുചിക്കനുസരിച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത ഫ്രഷ് ക്രീം 1 കപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സായി വരുമ്പോൾ ക്രഷ് ചെയ്തെടുത്ത ഫ്രഷ് ഫ്രൂട്ട്സ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഇത് അഫ്ലാത്തൂണിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്രൂട്ട്സ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രൂട്ട്സ് എല്ലാം ഒരേ സൈഡിലായി പോരുത്. എല്ലാ സൈഡിലും ഫ്രൂട്ട്സ് വരുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി വിട്ടു കൊടുക്കുക. സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് വിതറി കൊടുക്കുക. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം കൊണ്ട് ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വേണ്ടതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾ ആരും ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു പുഡിംഗ് ആണ് ഇതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. Please subscribe us for more videos and thank you for watching.